ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. 2 ശമൂവേൽ 20-ാം അധ്യായം നമ്മൾ വായിക്കുന്നു. ദാവീദിൻ്റെ മകനായ അബ്ശലോം മരിച്ചതിന് ശേഷം ദാവീദ് രാജാവായി വരാൻ വേണ്ടി ഒരുങ്ങുന്നു. ജനം അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ഈ സമയത്ത് ബെഞ്ചമിൻ ഗോത്രക്കാരനായ ഷേബ എന്ന് പറയുന്ന ഒരാൾ ദാവീദിന് എതിരായി ജനത്തെ ഇളക്കുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ദാവീദിനെ ഞാൻ രാജാവായി സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ജനത്തെ ഒക്കെ വശീകരിക്കുകയും അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളിൽ കൂടുതൽ പേരും അദ്ദേഹത്തോട് ചേരുകയും ചെയ്തു. എന്നാൽ നേരത്തെ ദാവീദിനെ സപ്പോർട്ട് ചെയ്യുന്ന യഹൂദിയായുള്ള ജനം ദാവീദിനെ തന്നെ അവർ അംഗീകരിച്ച് അവർ സ്വീകരിക്കുകയാണ്. അബ്ശലോമിൻ്റെ കീഴിലുണ്ടായിരുന്ന ആളുകൾ വീണ്ടും ഈ ഷേബയുടെ വാക്ക് കേട്ട് ദാവീദിനെ അംഗീകരിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് വരികയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദാവീദിന് ഇവിടെ ശത്രുക്കൾ അന്യരാജ്യക്കാരല്ല, വിജാതികളല്ല. സ്വന്തം ഗോത്രത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിന് ശത്രുതയുണ്ടാകുന്നത്. അതായത് സ്വന്തം ഗോത്രം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അത് തന്നെയാണ്. പലപ്പോഴും സഭയിലായാലും സമൂഹത്തിലായാലും നേതൃത്വ സ്ഥാനത്തേക്ക് വരുന്നവർക്ക് എപ്പോഴും ശത്രുക്കളുണ്ട്. ആ ശത്രുത പലപ്പോഴും പുറത്തുനിന്നുള്ളവരിനേക്കാൾ കൂടുതലായി സ്വന്തമായവരിൽ നിന്നാണ് അത് നേരിടേണ്ടി വരുന്നത്. അത് നമ്മൾ സമൂഹത്തിലും സഭയിലും പൊതുവെ കാണുന്ന ഒരു സ്വഭാവമാണ്. നമ്മുടെ കർത്താവിനും പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നത് സ്വന്തം ജനതയിൽ നിന്നാണ്, മറ്റ് ജാതികളിൽ നിന്നല്ല. മറ്റ് ജാതികളിൽ നിന്ന് ഒന്നും കർത്താവിന് ഒരു പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടില്ല. കർത്താവിൻ്റെ വചനങ്ങളെ ഒക്കെ അവർ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് ചെയ്തത്. എന്നാൽ ശാസ്ത്രിമാരും പരീശന്മാരും സാദൂക്യരും പുരോഹിതന്മാരും അങ്ങനെ ഇസ്രായേൽ ജനത്തിലുള്ളവർ തന്നെയാണ് യേശുവിനെ ശക്തമായിട്ട് എതിർത്തത്. അപ്പോൾ അത് ഇന്നും എക്കാലവും അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവനിങ്ങനെ ഉണ്ടായ സമയത്ത് ദാവീദ് മറ്റൊരു കാര്യസ്ഥനെ ഒരു ജനനായകനായി അവിടെ അയക്കുന്നുണ്ട്. പക്ഷേ അവനെ യോബാബ് ഇഷ്ടപ്പെടുന്നില്ല. അമസ്സ എന്ന് പറയുന്ന ഒരുവനെ, അവനെ നമുക്കറിയാം, യോബാബ് ഇത് ചുംബിക്കാനെന്നും പറഞ്ഞ് അടുത്ത് ചെന്നിട്ട് അവനെ കുത്തിക്കൊല്ലുന്ന ഒരു സാഹചര്യം. സൈന്യാധിപൻ കർത്താവിനെയും കൂടെ നടന്ന ശിഷ്യനാണ് ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തതെന്ന് നമുക്കറിയാം. പലപ്പോഴും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഇപ്പോൾ നേതൃസ്ഥാനത്തുള്ളവർക്ക് നേരിടുക അത് പതിവാണ്. അതുകൊണ്ടായിരിക്കാം കർത്താവ് പറഞ്ഞ, ലോകത്തിൽ കഷ്ടമുണ്ട്, ധൈര്യമായിരിക്കണം, അതിനെയൊക്കെ നമുക്ക് ദൈവികമായ ശക്തിയാൽ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെയൊക്കെ നമ്മൾ ദാവീദിൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ എത്രയോ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അദ്ദേഹം വാസ്തവത്തിൽ മനസ്സുകൊണ്ട് നീതിമാനായ ഒരു മനുഷ്യനാണ്. ചില മാനുഷിക ബലഹീനതകളാൽ, സാഹചര്യ സമ്മർദ്ദങ്ങളാൽ ചില കുറവുകളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചുവെങ്കിലും അടിസ്ഥാനപരമായി അദ്ദേഹം ദൈവത്തെ സ്നേഹിക്കുകയും മനുഷ്യൻ്റെ നന്മ ആഗ്രഹിക്കുകയും ചെയ്യുന്ന നല്ല ഒരു രാജാവാണ്. പിന്നെ ആ സ്ഥാനത്തിരിക്കുമ്പോൾ സാഹചര്യ സമ്മർദ്ദങ്ങൾ എപ്പോഴും അങ്ങനെയുള്ളവർക്കുണ്ടാകും. എന്നാൽ പോലും അദ്ദേഹം എപ്പോഴും പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി അദ്ദേഹം വെയിറ്റ് ചെയ്യുകയും ദൈവം പറയുന്നത് വരെയും അധികാരസ്ഥാനം ഏറ്റെടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ളവർക്ക് എത്രയോ പ്രതിസന്ധികളാണ് ഈ ഭൂമിയിൽ വരിക. അതുകൊണ്ട് ദാവീദ് നേരത്തെ പാടിയ സങ്കീർത്തനം നമുക്കറിയാമല്ലോ, നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, പക്ഷേ എല്ലാറ്റിൽ നിന്ന് യഹോവയായ ദൈവം അവനെ വിടുവിക്കുമെന്നുള്ളത്.
നമ്മളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി ജീവിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ, അതിനെതിരായി ശത്രുവിൻ്റെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. പൈശാചികമായ പ്രലോഭനങ്ങൾ, മറ്റുള്ളവരിൽ നിന്നുള്ളതായ പ്രകോപനങ്ങളെ ഒക്കെ നേരിടേണ്ടി വരുമ്പോൾ ദാവീദിനെ നമ്മൾ ഓർക്കുക. അദ്ദേഹം അതൊക്കെ പ്രാർത്ഥനയോടെ അതിജീവിച്ചതുപോലെ ദൈവമേ അതിജീവിക്കുവാൻ നമുക്ക് ഇടയാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കണം. നാളെ പെന്തക്കോസ്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സ്ത്രീഹന്മാരുടെ മേലിറങ്ങി ആവശ്യിച്ച് അവരെ ശക്തീകരിച്ചവനായ പരിശുദ്ധാത്മാവിൽ നമ്മളിന്ന് ജീവിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ കുറവുകൾ മുഖാന്തരം പരിശുദ്ധാത്മാവിന് നമ്മിൽ പ്രവർത്തിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം. ഇപ്പം നമ്മൾ കുറച്ച് സമയം നമ്മൾ നിലത്തിരിക്കുകയാണെങ്കിൽ കാലും അടങ്ങിയിരിക്കുന്നതിനാൽ കാലും മരവിച്ചു പോകുന്നു. കാരണം ആ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ശരീരത്തിൽ ആ ഭാഗത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാം. എന്നാൽ നമ്മൾ ആ കാലൊന്ന് വലിച്ചു കുടഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് പ്രവർത്തനക്ഷമതയിലേക്ക് വരുന്നത് കാണാം. ഇതുപോലെ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചവരാണെങ്കിലും നമ്മുടെ പാപചിന്തകളും പ്രവൃത്തികളും മുഖാന്തരം പരിശുദ്ധാത്മാവ് നിർജീവമായൊരവസ്ഥയിലായിരിക്കുന്നു. അതിനെ സജീവമായൊരവസ്ഥയിലേക്ക് വീണ്ടും പ്രവർത്തന തലത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം നമുക്ക് പെന്തക്കോസ്തിയുടെ പ്രാർത്ഥനകളും ശുശ്രൂഷകളൊക്കെ നമ്മെ സഹായിക്കണം. ദൈവമേ പരിശുദ്ധാത്മാവേ അതിന് ഞങ്ങളെ ശക്തീകരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് വിധേയമായി മാത്രം ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇടയാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം എല്ലാവരെയും അതിന് സഹായിക്കുമാറാകട്ടെ.